അത്രയ്ക്കും ഈശോ പരിഗണിക്കുന്നു. അത്രയ്ക്ക് വലിയൊരു തെരഞ്ഞെടുപ്പും വിളിയുമാണ് നമുക്കുള്ളത്. ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 5 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ കരയ്ക്ക് വന്നപ്പോൾ 2 വള്ളങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിലൊന്ന് ശിമയോൻ്റേതായിരുന്നു. അവൻ ആ വള്ളത്തിൽ കയറി. ഒരുപക്ഷെ അതാണ് നമ്മൾ ഓരോരുത്തരുടെയും വിളി തുടങ്ങിയത്. നമ്മുടെ വള്ളത്തിൽ അവൻ കയറി. എന്നിട്ട് പറഞ്ഞു, നീ കുറച്ച് നാളത്തേക്ക് ഒരു കമ്മൻസിക്ക് വേണ്ടി വരാൻ പറഞ്ഞു. എന്ന പോലെയാണ് പത്രോസിനോട് പറഞ്ഞത്, ആ വള്ളം ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്, ഞാൻ അതിൽ കയറി നിന്ന് ഒന്ന് വചനം പ്രഘോഷിക്കട്ടെ. അങ്ങനെ ആ വള്ളത്തിൽ കയറി അവൻ വചനം പ്രഘോഷിച്ചു കഴിഞ്ഞു. കമ്മൻസി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ഇനി നീ ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് വലിയൊരു രഹസ്യം. ഒരുപക്ഷെ ഇപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം അധ്വാനിച്ചു കഴിഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് അധ്വാനിക്കാൻ അല്ല. പത്രോസ് പറഞ്ഞു, വായിച്ചോളൂ. ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഒന്ന് പറഞ്ഞെല്ലാവരും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഇതാണോ നിങ്ങളുടെ അവസ്ഥ? വിഷമിക്കണ്ട. നമ്മുടെ അധ്വാനത്തിൻ്റെ കണക്കനുസരിച്ചിട്ടല്ല ഞാൻ വിമർശിക്കുകയല്ല. നമ്മുടെ ശുശ്രൂഷ ജീവിതം അധികവും പ്രവർത്തന മേഖലകളാണ്. പ്രവർത്തിക്കണം. ഇവിടെയും പ്രവൃത്തി നടക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇവിടെ പ്രവൃത്തി നടക്കുന്നത്? പത്രോസ് പറയാണ്, രാത്രി മുഴുവനും ഞാൻ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് അധ്വാനിച്ചു. നമ്മുടെ ആത്മീയ ജീവിതവും സമർപ്പിത ജീവിതവും അപ്പോസ്തലേറ്റുകളെല്ലാം നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്യാൻ വേണ്ടിയല്ല. ഇവൻ നമ്മുടെ വിശുദ്ധീകരണം, കൽപ്പനകൾ പാലിക്കണം. എന്നാൽ നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് കൽപ്പന പാലിക്കാനല്ല കൽപ്പന തന്നിരിക്കുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് കൽപ്പനയെ പൂർത്തിയാക്കാനാണ്. എന്നിലൂടെയാണ് നിനക്ക് കൽപ്പന പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. മോശ തന്ന കൽപ്പന മോശയ്ക്ക് പോലും പാലിക്കാൻ പറ്റിയില്ല. ആദവും ഹവ്വയും ഉത്ഭവഭാവം ഇല്ലാതിരുന്ന അവസ്ഥയിൽ പോലും കൽപ്പന പാലിക്കാൻ പറ്റിയില്ല. ഇപ്പൊ മനസ്സിലാവില്ല, 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. എന്നാലും ഒരു ആമുഖമായിട്ട് മനസ്സിലായിരിക്കും. ഇതെന്തായി കേൾക്കണേ? അവർക്ക് കൽപ്പന പാലിക്കാൻ പറ്റിയോ? അതല്ലേ ഉത്ഭവഭാവം എന്ന് പറയണത്. ആ ഉത്ഭവഭാവത്തിന് ശേഷം പിന്നെ എങ്ങനെ പാലിക്കാൻ പറ്റണേ? ഈ ദിവസങ്ങളിൽ നമ്മൾ മോശയെക്കുറിച്ചുള്ള ഒക്കെ വായിച്ചു കേട്ടുല്ലേ? ഡിട്രോണമി ഭാഗം, നിയമാവർത്തന ഗ്രന്ഥത്തിൽ മോശയ്ക്ക് കാനാൻ ദേശത്ത് കയറാൻ പറ്റിയില്ല. മോശയ്ക്ക് കൽപ്പന പാലിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഈ പത്രോസിനോട് പറയുന്നതാണ്. പത്രോസ് പറയാണ്, ഞങ്ങൾ ദിനരാത്രം അധ്വാനിച്ചു, എന്നിട്ടൊന്നും കിട്ടിയില്ല. നിന്റെ ശക്തി കൊണ്ട് നീ കൽപ്പന പാലിച്ചാൽ ഒന്നും കിട്ടില്ല. എന്നാൽ ഒരു ചെറിയ ട്രിക്ക് കണ്ടോ? എന്നിട്ട് പത്രോസ് പറയുന്നതാണ് നമ്മുടെ ഈ ധ്യാനത്തിന്റെ മുഴുവൻ തീം. എന്നാൽ എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്.
നിങ്ങൾ 5 ദിവസം മുഴുവനും കേൾക്കാൻ പോകുന്നത് ഇതാണ്. എന്താണ്? നീ പറഞ്ഞതനുസരിച്ച്. നീ പറഞ്ഞത് ഞാൻ അനുസരിക്കാം. അനുസരണം ത്തിൻ്റെ രഹസ്യം ഇവിടെ മനസ്സിലാക്കും. നീ പറഞ്ഞത് ഞാൻ അനുസരിക്കാം. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ ഇത്രയും നാൾ പരിശ്രമിച്ചിട്ടും, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും, രാത്രി മുഴുവൻ ആരാധിച്ച് വിജിൽ നടത്തി പ്രാർത്ഥിച്ചിട്ടും പിറ്റേ ദിവസം ഞാൻ പോയി പാപം ചെയ്തു പോയിട്ടുണ്ട്. എന്നാൽ ഇനി ഞാൻ എൻ്റെ അധ്വാനം നിർത്തി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നീ പറഞ്ഞത് ഞാൻ അനുസരിക്കാം. എന്നോട് പറഞ്ഞത് എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഒന്നുകൂടി. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച്. എല്ലാവരും ശബ്ദമുയർത്തി. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. തുറന്നു വായിച്ചോളൂ. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളങ്ങൾക്ക് ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. അത്ഭുത വരദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ അത്ഭുത വരദാനങ്ങൾ ഉപയോഗിച്ച് വേണം ആത്മാക്കളെ നേടാൻ. ഇത് മുഴുവനും അവർക്ക് മീൻ പിടിക്കുന്ന കാര്യമാണോ, ആത്മാക്കളെ നേടുന്ന കാര്യമാണോ? ഇല്ലേ? എന്തോ ഒരു വലിയ ചാകരാണ്. ഈ അപ്പസ്തോലന് വല്ല ഫോർമേഷൻ കിട്ടിയിരുന്നോ? ഈ പത്രോസിന് പറയും. നമ്മൾ 8, 9, 10 വർഷത്തെ ഫോർമേഷൻ കഴിഞ്ഞിട്ട് പോലും ഇതുപോലെ ഒരു മീൻ പിടുത്തം നമുക്ക് ക്ഷമിക്കണം പറ്റുന്നുണ്ടോ? ഞാൻ ചിലപ്പോൾ ഈ നൊവിഷ്യേറ്റിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഞാൻ നൊവീസ് മിസ്റ്റേഴ്സുമാരോട് പറയാറുണ്ട്, ഈ കുഞ്ഞുങ്ങൾ വന്നാൽ ആദ്യം തന്നെ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുക. എളുപ്പമായിരിക്കും കാര്യം. നമ്മൾ അവരെ പഠിപ്പിച്ച് അങ്ങനെ ചട്ടവും നിയമമൊക്കെ പഠിപ്പിച്ചിട്ട് ഇവർക്കൊന്നും പാലിക്കാനും പറ്റാണ്ടാകുമ്പോൾ അവർ പറയുന്നത് നമുക്ക് പറ്റണില്ല, ഞാൻ പോണു. ഇപ്പൊ കണ്ടോ, പത്രോസിന്റെ വിളി പോലും കമൻസി കഴിഞ്ഞിട്ടുള്ളൂ. വിളി കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോ കോൺഗ്രിഗേഷനിൽ ചേർക്കണേക്ക് മുമ്പ് തന്നെ ഒരു പരിശുദ്ധാത്മാനുഭവം, ഒരു ട്രയൽ, ഒരു അനുഭവം. ഇത് കണ്ടപ്പോ പത്രോസ് പറയണേ, ഭയങ്കര പശ്ചാത്താപം. അയ്യോ, ഞാൻ പാപിയാണേ. കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. ഇങ്ങനെയുള്ള ആളെ നിങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ചേർക്കോ? ഒരാൾ വരുമ്പോൾ തന്നെ പറയാണ് ഞാൻ മഹാപാപിയാണ്. എന്നാ പറയും, എന്നാ നീ പോയിക്കോ, നിനക്കുള്ളതല്ല ഈ കോൺഗ്രിഗേഷൻ. ഇവിടെ പറയാണ് ഞാൻ മഹാപാപിയാണ്, ഞാൻ അങ്ങയുടെ ഈ കോൺഗ്രിഗേഷനിൽ ചേരാൻ കൊള്ളില്ല. അപ്പോ ഈശോ പറയാണ്, എന്താ പറയണേ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. അപ്പൊ പിന്നെ നിന്റെ പാപമൊക്കെ താനെ പോയിക്കോളും. ഈ പാപിയായ ഒരാളെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്തു. കണ്ടോ, എന്തുകൊണ്ടാ? ഈശോ ആണ് പാപം ഏറ്റെടുക്കാൻ വന്നേക്കണത്. നിന്റെ അധ്വാനം കൊണ്ട് പാപം മാറില്ല. നിന്റെ പാപം മുഴുവനും ഞാൻ ഏറ്റെടുത്തോളാം സമയമാകുമ്പോൾ. അതുകൊണ്ട് ഞാൻ നിന്റെ പാപത്തെക്കുറിച്ച് ഇപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, നീ ഇങ്ങോട്ട് എൻ്റെ കൂടെ പോരെ. ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ ഇങ്ങനെയാണെങ്കിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി എന്ന് പറയുന്ന ചുങ്കക്കാരനും പാപിയുമായ അയാളെ പരിസേയരും നിയമജ്ഞരും ആക്ഷേപിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്ന, അവൻ്റെ വീട്ടിൽ പോലും കയറാതെ കിടക്കുന്ന അവസ്ഥയിൽ ഈശോ അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവനെ ആകെ അത്ഭുതപ്പെട്ടു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരാണ്.
കൂടെ ഇരുന്ന ആ നാട്ടുകാരല്ലേ ഇതെന്തീ പറയണത്, ഹീസ് മേക്കിംഗ് എ സ്കാൻഡൽ. അവരുടെ ശിഷ്യന്മാരോട്, നിന്റെ ഗുരു എന്താണ് ഈ പാപികൾ നാക്കതാർ ചുങ്കക്കാരുടെയും കൂടെ ഭക്ഷണം കഴിക്കണം? പോപ്പ് ഫ്രാൻസിസ് കരുണയുടെ വർഷത്തിൽ ഒരു 100 പ്രാവശ്യം ഈ സംഭവം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പോപ്പ് ഫ്രാൻസിസ് പറയായിരുന്നു, യേശു മത്തായിയിൽ എന്ത് കണ്ടു? യേശു മത്തായിയുടെ കഴിഞ്ഞ ജീവിതത്തെ കണ്ടേയില്ല. യേശു മത്തായിയിൽ കണ്ടത് അവൻ്റെ വിളിയാണ്. എന്താ അവൻ്റെ വിളി? അവനൊരു അപ്പസ്തോലനാണ്. ഒരു അപ്പസ്തോലനായിട്ടുള്ള വിളിയാണ്. 4 സുവിശേഷകരിൽ ഒരാളായിട്ടുള്ള വിളിയാണ്. ആദ്യത്തെ വലിയ രക്തസാക്ഷികളിൽ ഒരാളായിട്ടുള്ള വിളിയാണ്. ഈശോ അവൻ്റെ കുറവുകളെ ഒന്നും കണ്ടില്ല. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങൾ ഈശോയുടെ മുമ്പിലിരിക്കുകയാണ്. നിങ്ങൾ എന്താ വിചാരിക്കണത്? ഈശോ നിങ്ങൾ ചെയ്ത പാപക്കെട്ടുകൾ മുഴുവനും നോക്കി നിൽക്കുകയാണോ? അതോ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന വലിയ ചക്രവാളങ്ങളെ അതിലംഘിക്കുന്ന വലിയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കാൻ വേണ്ടിയാണോ യേശു നോക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ അവസ്ഥ, പത്രോസിൻ്റെ അവസ്ഥ, രണ്ടുപേരും വലിയ പാപികളായിരുന്നു. എന്നാൽ അവരുടെ പാപങ്ങളെ ഒന്നും ഈശോ നോക്കിയില്ല. കാരണം നോക്കാഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ല, അത് മുഴുവൻ ഞാൻ ഏറ്റെടുക്കാനാ വന്നേക്കണേ. ഇനിയിപ്പോൾ അതിനെ എണ്ണി നോക്കേണ്ട എന്താ ആവശ്യം? അത് മുഴുവനും ഞാൻ ഏറ്റെടുക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവൻ ക്ലീൻ ആവും. നമ്മളെ സംബന്ധിച്ചോ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മളിപ്പോഴും നമ്മുടെ കുറവുകളിലേക്കും മറ്റുള്ളവരുടെ കുറവുകളിലേക്കും നോക്കി നടക്കുകയാണെങ്കിൽ സുവിശേഷ വേല നടക്കില്ല. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന വരദാനങ്ങൾ ഉണരില്ല. നമ്മൾ ഒരു ഫരിസേയനായി അവിടെ ഇരിക്കും. മറിച്ച് ഈശോ പറയാണ്, ആഴത്തിലേക്ക് നീക്കി വലയെറിയുവിൻ. ഇത് എത്ര വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇത് നമ്മൾ വ്യക്തിപരമായ ആത്മീയതയിൽ ആഴത്തിലേക്ക് നീങ്ങണം. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വരദാനങ്ങളുടെ ആഴത്തിലേക്ക് നീങ്ങണം. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യങ്ങളുടെ ആഴത്തിലേക്ക് നീങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യം അറിയുക എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ച് അറിയുക. എന്താണ് നിത്യജീവൻ? ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ വെളിവ്, ജ്ഞാനം. ഇതിപ്പോൾ തുറക്കാൻ പോവുകയാണ് കൂടുതൽ ശക്തമായിട്ടത്. ദൈവം നമുക്ക് ജ്ഞാനസ്നാനമാണ് നൽകിയിരിക്കുന്നത്. ആ ജ്ഞാനസ്നാനത്തിലൂടെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് വെളിപാടായിട്ട് നമുക്ക് തരുന്നു. സുവിശേഷത്തിൻ്റെ ആരംഭത്തിലെല്ലാം നമ്മൾ കാണുന്നത് അതാണ്. ഈ സുവിശേഷ കാലഘട്ടങ്ങളിൽ, യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാനിലുള്ള ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ക്രിസ്ത്യാനികളായിരുന്നോ? ആയിരുന്നോ? ആരും ക്രിസ്ത്യാനികളല്ലായിരുന്നു. ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നത് പെന്തക്കോസ്തായ്ക്ക് ശേഷം കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ്. സുവിശേഷ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ആരും ക്രിസ്ത്യാനികളായിരുന്നില്ല. യേശു പാപമോചനം നൽകുന്നത് തൻ്റെ കുരിശിൽ ജീവൻ അർപ്പിച്ചപ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് ചുരുക്കം ചിലവർക്ക് നിന്റെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഞാൻ പാപം മോചിക്കാനുള്ള അധികാരമുള്ളവനാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനാണ്. പക്ഷെ ജനറലായിട്ടൊരു പാപമോചനവും കിട്ടിയിട്ടില്ല. ആർക്കും കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല? ഈ അർത്ഥത്തിലാണ് ഈശോ പറയുന്നത്, ഞാൻ ചെയ്തതിനേക്കാളും വലിയത് നിങ്ങൾ ചെയ്യും.
പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ ഈശോയുടെ പരസ്യ ജീവിത കാലത്ത്, ആ സുവിശേഷ കാലഘട്ടത്തിൽ ആരും ക്രിസ്ത്യാനികളല്ലായിരുന്നു, ആർക്കും പാപമോചനവും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ വെളിപാട് കിട്ടുന്നതിനും ദൈവരഹസ്യങ്ങൾ അറിയുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ പ്രവർത്തിക്കുന്നതിനും ഒരു തടസ്സം ഉണ്ടായില്ല. ഒരു നക്ഷത്രം കണ്ടു, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരുന്നു ഈ നക്ഷത്രം. പക്ഷേ 3 രാജാക്കന്മാർ, അവർക്ക് അതിൻ്റെ വെളിപാട് കിട്ടി. എന്താണ് ഈ നക്ഷത്രത്തിൻ്റെ അർത്ഥം? അവരാരായിരുന്നു? ക്രിസ്ത്യാനികളായിരുന്നോ? യഹൂദരായിരുന്നോ? വിജാതീയ രാജാക്കന്മാരായിരുന്നു. അവർക്ക് ജ്ഞാനസ്നാനവുമില്ല, എങ്കിലും വെളിപാട് കിട്ടി. വെളിപാട് എന്തോ ഒരു വലിയ വെളിപാടാണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് അവർ ആ വെളിപാടനുസരിച്ച് ആ യൂദന്മാരുടെ രാജാവിനെ കാണാൻ വന്നു. അവരാദ്യം ഒരു ലോജിക്കലായിട്ട്, രാജാവ് എവിടെ ഉണ്ടാകാം, പാലസിൽ, കൊട്ടാരത്തിൽ ഉണ്ടാവാന്നുള്ള അർത്ഥത്തിൽ അവിടെ ചെന്നപ്പോൾ അങ്ങേർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. മാത്രമല്ല ഇത് കേട്ട് ആകെ ഭയമായി. എൻ്റെ രാജ്യത്ത് വേറെ രാജാവ് ഉണ്ടാവണമെന്നോ? എനിവേ, അത് കഴിഞ്ഞ് നക്ഷത്രം അവരെ നയിച്ചു ഒരു കാലിത്തൊഴുത്തിൽ. ആ കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് ഒരു ഉണ്ണി. അത് കണ്ടപ്പോൾ അവർക്ക് വെളിവ് കിട്ടിയോ ഇല്ലയോ, വെളിപാട് കിട്ടിയോ ഇല്ലയോ? ഇവനാണ് രാജാവ്. താണു വണങ്ങി ആരാധിച്ചു. എന്ത് ലോജിക്കിലാണ് അവരത് ചെയ്തത്? എങ്ങനെ ഈ കാലിത്തൊഴുത്തിൽ ഈ കാളയുടെയും പശുവിൻ്റെയൊക്കെ മൂത്രത്തിൻ്റെ ഇടയിൽ പിള്ളക്കച്ചയിൽ രാജാവ് കിടക്കണോ? അവർക്ക് ഒരു നാണവും ലജ്ജയില്ല. അവിടെ അങ്ങ് കമിഴ്ന്ന് വീണു. എന്തുകൊണ്ട്? വെളിപാട്. അവരുടെ ആന്തരിക നയനങ്ങൾ കണ്ടു. ഇവനാണ് ഇസ്രായേലിലെ രാജാവ്. ഈ വെളിപാടാണ് നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ തന്നിരിക്കുന്നത്. മറിയം മാതാവ്, ഉണ്ണീശോ മാതാവ് ഗർഭിണിയാകുന്നു, മാലാഖ അറിയിച്ച വഴി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മാതാവ് ഓടി എലിസബത്തിൻ്റെ അടുത്ത് വന്നു. എലിസബത്ത് കർക്കശമായിട്ടും യഹൂദ നിയമം അനുസരിച്ച് ജീവിക്കുന്നവളാണ്. ഒരു കന്യക വിവാഹം കഴിക്കണേക്ക് മുമ്പ് ഗർഭിണിയാണെന്നുള്ള വിവരമറിഞ്ഞാൽ യഹൂദ നിയമപ്രകാരം എന്തായിരിക്കണം വേണ്ടത്? പക്ഷേ എലിസബത്തിന് വെളിപാട്. എലിസബത്ത് പറയാണ്, ഓ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ. എങ്ങനെ എലിസബത്തിന് ഇത് മനസ്സിലായി? സ്നേഹമുള്ളവരെ, ഇവരാരും ക്രിസ്ത്യാനികളായിരുന്നില്ല, ഇവരാരും മാമോദീസ സ്വീകരിച്ചവരായിരുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഇവർക്കെല്ലാം വെളിപാട് കൊടുത്തു. ഇനി ഇതാ ഉണ്ണീശോയെയും കൊണ്ട് ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ വന്നപ്പോൾ ശിമയോൻ എന്ന ആളോട് പരിശുദ്ധാത്മാവ് നേരത്തെ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. നീ മരിക്കണേക്ക് മുമ്പ് നീ കണ്ടിട്ടേ മരിക്കുകയുള്ളൂ. അവനീ വെളിപാട് പകുതി കിട്ടിയിരിക്കുകയാണ്. കൃത്യസമയത്ത് പരിശുദ്ധാത്മാ വന്നിരിക്കുന്നു. ശിമയോൻ ഓടി ദേവാലയത്തിലേക്ക് വന്നു. എവിടെയാണ്? അവൻ്റെ കണ്ണുകൾ കണ്ടു. ആ ശിശുവിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, എനിക്കിനി സമാധാനത്തിൽ മരിക്കാം, ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ കയ്യിലിരിക്കുന്ന ശിശു സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷകനാണെന്ന് ആര് പറഞ്ഞു? എങ്ങനെ മനസ്സിലായി? വെളിപാട്. അതാണ് വെളിപാട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, അഥവാ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെ പറഞ്ഞു, ഇത് വിജാതിയർക്ക് വെളിപാടിൻ്റെയും
തൻ്റെ ജനമായ ഇസ്രായേലിന് മഹത്വത്തിൻ്റെയും വേണ്ടിയുള്ള ചിഹ്നമാണിത്. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരിലും പരിശുദ്ധാത്മാവ് ഈ വെളിപാട് നൽകിയിട്ടുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന വെളിപാട് വരങ്ങളെ ജ്വലിപ്പിക്കണമേ, തുറക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എന്നിട്ട് പരസ്പരം നിങ്ങൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പരസ്പരം തലയിൽ കൈവച്ച് ഒരാൾ മറ്റേയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ ഒറ്റ കാര്യമാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളിലെല്ലാവരിലും ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നിങ്ങളുടെ കോൺസെക്രേറ്റഡ് ലൈഫിലൂടെയും നൽകിയിരിക്കുന്ന വെളിപാട്, ദൈവിക രഹസ്യങ്ങൾ അറിയുന്ന ആ വരം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മുഖാമുഖം തിരിഞ്ഞു നിന്ന് തലയിൽ കൈവച്ചുകൊണ്ട് ദൈവാരൂ Santa la
ഞാൻ നിങ്ങളുടെ വള്ളത്തിലുണ്ട്. ഇനി നിങ്ങൾക്ക് സമൃദ്ധിയായ സമൃദ്ധി കിട്ടും. നിങ്ങൾക്ക് എല്ലാത്തിനും സമൃദ്ധി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഞാൻ നിങ്ങൾക്കെല്ലാം നേടിത്തരാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും. ഞാൻ നിങ്ങളുടെ ഭാരം ചുമക്കും. ഞാൻ നിങ്ങളുടെ ഭാരം ചുമക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും. ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞു. വലിയ കാര്യങ്ങൾ ഈ ഒരു മണിക്കൂറിൽ ചെയ്തിരിക്കുന്നു. സ്വതന്ത്രമായ ഒന്ന് സ്തുതിച്ച് ഒന്ന് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി, നന്ദി പരിശുദ്ധാത്മാവേ. നിങ്ങളെല്ലാവരിലും ഒരുപാട് വരങ്ങളുണ്ട്. കണ്ടോ, പത്രോസിനെ കണ്ട മാത്രയിൽ കൊടുത്ത വരം അത്ഭുതം, ക്യാച്ച് എന്ന പോലെ നിങ്ങളെല്ലാവരിലും ഈ വരങ്ങളുണ്ട്. ഈ വരത്തിൽ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ദർശന വരങ്ങൾ എന്ന് പറഞ്ഞാൽ റെവലേഷൻ ഗിഫ്റ്റ്സ്, അതായത് ദൈവിക വെളിപാടുകൾ അറിയുന്ന വരം. അതിൻ്റെ ഒരു ആരംഭം മാത്രമാണ്. നമ്മൾ കൗൺസിലിംഗ് എല്ലാം ചെയ്യുമ്പോൾ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരിലുള്ള രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നു. നമ്മൾ അവരോട് പറയുന്നു. അപ്പോഴാണ് ഇത്ര വർഷം മുമ്പ് നടന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ അത് വളരെ ചെറിയൊരു കാര്യമാണ്. മനുഷ്യൻ്റെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിലൂടെ ഒന്ന് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നതിന്, മറ്റൊന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആ സഹായത്തിൻ്റെ വലിയ രഹസ്യം. എന്നാൽ വാസ്തവത്തിൽ ആ വരം ദൈവിക രഹസ്യങ്ങൾ അറിയുന്നതിനുള്ള വരമാണ്. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 9-10 വചനത്തിൽ പറയുന്നത്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. പരിശുദ്ധാത്മാവിനും ഈശോയ്ക്കുമുള്ള വലിയ സന്തോഷം, നിങ്ങൾ സ്വർഗത്തിലെ ആൾക്കാരാണ്. നിങ്ങൾ ഇവിടെ ഞങ്ങൾ അയച്ചേക്കണത് വലിയ മീൻപിടുത്തത്തിന് വേണ്ടിയാണ്. ഇവിടുത്തെ ശക്തി കൊണ്ടല്ല അത് നടത്തേണ്ടത്. സ്വർഗത്തിൽ നിന്നുള്ള രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേര് ഇരുന്ന് കൗൺസിലിംഗ് ചെയ്യണം. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് ഇരുന്നുള്ളൂ. നിങ്ങൾ മുഖാമുഖം തിരിഞ്ഞിരുന്നിട്ട് കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുണ്ടാവും. ഒരാൾ അടുത്ത ഒരു സിസ്റ്ററിന് വേണ്ടി ഇങ്ങനെ കൈമ പിടിച്ചോ തലയിലോ എവിടെയെങ്കിലും കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവേ, ഈ സിസ്റ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഹൃദയത്തിൻ്റെ പ്രകാശം അല്ലെങ്കിൽ ഇവരെ സഹായിക്കാൻ എന്താണ് ഇവർക്ക് വേണ്ടി അങ്ങ് പറയുന്നത്? അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു ചിന്തയോ ഒരു ദർശനമോ ഒരു വെളിപാടോ നമുക്കുണ്ടാകും. അത് നമുക്ക് ഭയങ്കര സംശയമായിരിക്കും. പക്ഷെ അതങ്ങ് പറയുക. ഉദാഹരണം നടന്ന സംഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചില ഹാസ്യമായ ഒരു സിസ്റ്ററിന് വേണ്ടി ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ കേട്ട ഒരു ശബ്ദം ഇങ്ങനെയാണ്, പൊട്ടറ്റോസ് കേട്ട്. അപ്പോൾ ഇവർ വിചാരിച്ച് ഇത് വരവൊന്നും ഉണ്ടാവില്ല, എൻ്റെ മണ്ടത്തരമായിരിക്കും. പക്ഷെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഒച്ച കേൾക്കാണ്, പൊട്ടറ്റോസ്. അപ്പോൾ ഈ സിസ്റ്റർ അല്ലെങ്കിൽ ഈ സഹോദരി പറഞ്ഞു, സിസ്റ്ററെ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണിത്, ചിലപ്പോൾ വല്ല പൊട്ടത്തരായിരിക്കും. ഞാൻ ഇങ്ങനെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൊട്ടറ്റോ എന്നൊരു വാക്ക് കേൾക്കുന്നുണ്ട്. ഉടനെ സിസ്റ്റർ പറഞ്ഞു, അയ്യോ മോളെ, അത് വളരെ കൃത്യമാണ്. ഈ പത്രോസ് പറഞ്ഞ മാതിരി, കർത്താവേ ഞാൻ പാപിയാണെന്ന് സിസ്റ്റർ പറഞ്ഞു. എന്തുകൊണ്ടാ? സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഈ 7 ദിവസത്തെ ധ്യാനം എന്ന് പറഞ്ഞപ്പോൾ ആ കിച്ചൺ ഗേളിന് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണ്ടേ?
അല്ലെങ്കിൽ അവൾ അവിടെ വെറുതെ ഇരിക്കില്ലേ എന്ന് വിചാരിച്ച് ഒരു വലിയ ചാക്ക് പൊട്ടറ്റോ മേടിച്ച് കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ചു. ഞാനില്ലാത്ത സമയത്ത് ഇവളത് ഗാർഡനിൽ നടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവളോട് ഇത് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് സിസ്റ്റർ ഇവിടെ ഈ പൊട്ടറ്റോനെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ദർശനത്തിലൂടെ കർത്താവ് കാണിച്ചു കൊടുത്തു, നീ ആ പൊട്ടറ്റോ വിട്, അത് പോട്ടെ, ഇവിടെ ഇരുന്ന് ധ്യാനം കൂട്ട്. മറ്റൊരിക്കൽ ഇതേമാതിരി പ്രാർത്ഥിച്ചപ്പോൾ ഒരു സിസ്റ്ററിന് കണ്ടത് 9 കോഴിക്കുഞ്ഞുങ്ങളും ഒരു തള്ളക്കോഴിയും. അതിനകത്ത് ഒരു കോഴിക്കുഞ്ഞ് കറുത്തത്, ബാക്കി എല്ലാ കോഴിക്കുഞ്ഞും മഞ്ഞ. അപ്പോൾ ഈ സിസ്റ്റർ എന്താണ്, അപ്പോൾ ഇതിന് വ്യാഖ്യാനം വേണം. ഇപ്പം നമ്മൾ വ്യാഖ്യാനപരത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, അത് പിന്നീട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ എന്നാൽ ഇതാകെ ഷോക്കടിച്ചു. ഒരു തള്ളക്കോഴിയും 9 കുഞ്ഞുങ്ങൾ, ഒരു കറുത്തത്, ബാക്കിയൊക്കെ മഞ്ഞ. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഈ സിസ്റ്റർ ഒരു നോവീസ് മിസ്ട്രസ്സാണ്. അപ്പോൾ ഈ പദവി സ്വീകരിക്കാൻ റിജക്റ്റ് ചെയ്തിരിക്കുക. എനിക്ക് വേണ്ട, എനിക്ക് നോവീസ് മിസ്ട്രസ് ഒന്നും ആകണ്ടെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ സുപ്പീരിയേഴ്സ് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാം തീരുമാനം നിങ്ങൾ നോവീസ് മിസ്ട്രസ് ആകാൻ തന്നെയാണ്. അപ്പോൾ ഈ നോവീസസ് ആണ് ഈ 9 കോഴിക്കുഞ്ഞുങ്ങൾ. അതിനകത്ത് ഒന്നൊരു ആഫ്രിക്കക്കാരിയാണ്, ബാക്കിയുള്ളവരൊക്കെ ഈ മഞ്ഞ സാരി കൊടുത്ത പിള്ളേർ. അതോടുകൂടി സിസ്റ്ററിന് ഭയങ്കര കൺഫർമേഷനായി, എൻ്റെ ദൈവമേ, സ്വീകരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദർശനങ്ങളും കാണാം. ചില വാക്കുകൾ കേൾക്കാം. ചിലപ്പോൾ പെട്ടെന്ന് നടുവിനൊരു വേദന വരും. അപ്പോൾ ചോദിക്കൂ, നിങ്ങൾക്ക് നടുവേദന ഉണ്ടോ? ആ ഉണ്ട്. ഓഹോ, അതപ്പോൾ ഇങ്ങോട്ട് വന്നോ? അല്ല, ആ നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാവും. അപ്പം ഇങ്ങനെ ആ സിസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കുന്ന നേരത്ത് കുഞ്ഞുനാളിലെ സംഭവങ്ങൾ പറയാനൊരു ഉദാഹരണം. കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിക്കുന്ന നേരത്ത് ബെഞ്ചുമ കയറ്റി നിർത്തിയേക്കണം. എന്നിട്ട് ഇന്ന് കരയാണ്. അത് കണ്ടു. ഓ ശരിയാണ്, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നേരത്തെ തന്നെ ഇതേമാതിരി ടീച്ചർ ബെഞ്ചുമ നിർത്തി. അതെനിക്ക് ഭയങ്കര ഷെയിമായി പോയി. എല്ലാവരുടെയും മുമ്പിൽ എന്നെ ബെഞ്ചുമ കയറ്റി നിർത്തിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെയുള്ള ഓരോന്ന് ഇങ്ങനെ പുറത്ത് വരും കേട്ടോ. സ്റ്റാർട്ട്. നിങ്ങൾ ഒരാൾ ആദ്യം ചെയ്യുന്നു, പിന്നെ മടങ്ങി. അപ്പം നിങ്ങൾ 2 മിനിറ്റ് കൊണ്ട് സന്ദേശം കിട്ടും. അത് അങ്ങോട്ട് പറയണു. പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത ആൾ തിരിച്ച് ഇതേമാതിരി ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ വെളിപാട് വരങ്ങൾ തുറക്കാൻ വേണ്ടിയാണ്, പ്രവർത്തികമാക്കാൻ വേണ്ടിയാണ്, അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വൺ പേഴ്സൺ അറ്റ് എ ടൈം. ഒരാൾ ഒരു സമയത്ത് പ്രാർത്ഥിക്കും. 2 പേരും ഒപ്പം പ്രാർത്ഥിക്കണ്ട. പിന്നീട് ഒരാൾ ആദ്യം പ്രാർത്ഥിക്കുന്നു. ആ സന്ദേശം പറഞ്ഞതിന് ശേഷം അടുത്ത ആൾക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മൂന്ന് പേരും നിൽക്കാട്ടോ. 3 പേര് യു ജോയിൻ വിത്ത്. എന്നിട്ട് സിസ്റ്റർ, ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചോ. യു പ്രേ ഫോർ ഹെയർ. 3 പേരും കൂടാം. ആ ഒരു തോന്നലായിട്ടോ ശബ്ദമായിട്ടോ ദർശനമായിട്ടോ ബൈബിൾ സന്ദേശമായിട്ടോ വചനമായിട്ടോ എന്തെങ്കിലും സംഭവമായിട്ടോ
പരിശുദ്ധാത്മാവേ വെളിപാട് വരങ്ങൾ നൽകണമേ. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെളിവൊന്ന് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അടുത്ത ആൾക്ക് നിങ്ങളൊരാൾ സന്ദേശം കിട്ടി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വൈസ് വേഴ്സ രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. വെളിപാട് വരങ്ങൾ, ദൈവീയത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും തുറക്കുന്ന, കണ്ണു കാണാത്തവർ, കാത് കേൾക്കാതെ, മനുഷ്യമനസ്സിൽ നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതാ തുറക്കുന്നു, ഇപ്പോൾ തുറക്കുന്നു. ഈശോ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ വിളിക്ക് മുമ്പേ തന്നെ കമ്മൻസി സമയത്ത് തന്നെ അത്ഭുതം കാണിച്ചു കൊടുത്തു. കമ്മൻസി സമയത്ത് തന്നെ അത്ഭുതം കാണിച്ചു കൊടുത്തു. വിളി അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ പത്രോസിന് അത്ഭുതം കാണിച്ചു കൊടുത്തു. പത്രോസിനെ കൊണ്ടൊരു അത്ഭുതം ചെയ്യിപ്പിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ടാണ് കമ്മൻസി. കഴിഞ്ഞെങ്കിൽ അടുത്തത് ഇങ്ങനെയാണ്. അല്പം ധൈര്യം പിടിച്ച് ഒന്ന് രണ്ട് പേരൊന്ന് വന്ന് പറയണം ആ ദർശനം കിട്ടിയവരെ, കർത്താവിനെ മഹത്വപ്പെടുത്താനും. അത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് 2 റൗണ്ടും കൂടി നമ്മൾ വേറെ 2 ടീം മെമ്പേഴ്സിലൂടെ ഇരിക്കണം. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പേര് വന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർ ഇത് ശരിക്കും ഒരു പ്രോസസ്സിലാണ്, അവർ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എനിക്കറിയായിരുന്നു, അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയെന്നുള്ള ഒരു കോൺഫിഡൻസ് വരും. ആരെങ്കിലും 1-2 സിസ്റ്റേഴ്സ് വന്നൊന്ന് പറയാമോ? എനിക്കറിയാം നിങ്ങൾക്ക് ഇച്ചിരി വിഷമായിരിക്കുമെങ്കിലും ഇതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. ഈശോന് വേണ്ടി ഒന്ന് സാക്രിഫൈസിലായിട്ട് ആരെങ്കിലും ധൈര്യമുള്ളവരൊന്ന് വന്ന് പറയൂ. വയോ, പ്ലീസ് കം. യെസ്, കം കം കം. 1-2 പേര് വായും. 2 പേരും കൂടി വാ. അപ്പോൾ എളുപ്പമാണ്. 2 പേരായിട്ട് വാ. നമ്മൾ കന്യാസ്ത്രീമാരെപ്പോഴും 2 പേരായിട്ടല്ലേ പോണേ. വായ, ആ കേബിളൊന്ന് ശ്രദ്ധിച്ചോട്ടോ. വായോ, പ്ലീസ് കം. ഈശോയെ, ഞാൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കണ്ടത് തുറന്നിരിക്കുന്ന ഒരു ബൈബിളാണ്. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ഒത്തിരി സമയം ബൈബിൾ വായിക്കുന്നുണ്ടോ
എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ ലോഗോസ് ക്രിസ്റ്റിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വളരെ തീഷ്ണതയോടുകൂടി പഠിക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഭാഷിതങ്ങളാണ് വായിച്ചുകൊണ്ടിരുന്നത്. 5 ദിവസമായിരുന്നു മാറ്റിവെച്ചത്. അപ്പോൾ ഈ ധ്യാനത്തിനിങ്ങി പോന്നപ്പോൾ അത് 5 ദിവസം മാറ്റിവെച്ചത് ധ്യാനത്തിനിങ്ങി പോന്നപ്പോൾ അതങ്ങ് മുടങ്ങിപ്പോയല്ലോ, അങ്ങനെ ഒരു ചിന്ത സിസ്റ്ററിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കാറുണ്ടോയെന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാനങ്ങനെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എനിക്ക് വളരെ ശക്തി കിട്ടാറുണ്ട്, അപ്പോൾ ഞാനത് പലപ്പോഴും ധ്യാനിക്കാറുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇനി ആരെങ്കിലും 2 പേരും കൂടി വായോ. 2 പേരായിട്ട് വരുമ്പോൾ ധൈര്യം ഉണ്ടാവും എന്ന് വിചാരിച്ചു. വാ, ഈ മക്കൾ വായ. നിങ്ങൾ 2 പേര്, നിങ്ങൾക്ക് എന്താ കിട്ടിയോ? വാ, കം, ധൈര്യമായിട്ട് വാ. പത്രോസിന് കമ്മൻസി സമയത്താണ് ഇതെല്ലാം കിട്ടിയത്. ഇത് ആ മഞ്ഞക്കോഴി കുഞ്ഞുങ്ങളിൽ പെട്ടവരാ. ഞാൻ ദിവ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു പട്ടിയെയാണ് കണ്ടത്. അപ്പോൾ ദിവ്യ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കിന് അമ്മയോട് പറഞ്ഞു 19-ാം വയസ്സിൽ ഒരു പട്ടിയുടെ കടി ഏൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അമ്മ എല്ലാ 6 മാസത്തിലും നേർന്നിട്ടുണ്ടായിരുന്നു, തിരി കത്തിക്കാൻ പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ സ്വാമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം കണ്ടു, പിന്നെ ഒരു ഇന്ത്യയുടെ പടം പോലെ കണ്ടു. അപ്പോഴേക്കും ഞാൻ ചോദിച്ചു, ഈ ഇന്ത്യയുടെ പടമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അപ്പോൾ സ്വാമി പറഞ്ഞു, സ്വാമിയുടെ അമ്മയുടെ അമ്മ വയ്യാതെ കിടന്നപ്പോൾ അമ്മ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ക്ഷീണിച്ച് കിടക്കാൻ വേണ്ടി വന്നപ്പോഴേക്കുമാണ് സൗമ്യ ഒരുപാട് ഇങ്ങനെ ഇന്ത്യയുടെ മാപ്പൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു. സൗമ്യയും അങ്ങനെ വരയ്ക്കാറില്ലാത്ത എല്ലാം അമ്മയെ കൊണ്ട് വരപ്പിക്കുന്നത്. അന്നേരം ആ സമയത്ത് അമ്മയൊക്കെ പഠിക്കാൻ കൊണ്ട് ചെന്നപ്പോഴേക്കും അമ്മ ആകെ ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് അങ്കിള് സൗമ്യ കുറേ വഴക്ക് പറഞ്ഞായിരുന്നു. അപ്പം വിഷമം വന്നായിരുന്നു. താങ്ക് യു, താങ്ക് യു. ഇനി ആരോ വരാനുണ്ടോ? 2 പേരൂടി വായോ. 2 പേരൂടി വാ. അവിടുത്തെ വരുന്നത്, പ്ലീസ് കം. ഈ ഷെയറിങ് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ വേറൊരു ടീമായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുങ്ങിക്കോ, റെഡി ആയിക്കോ. ഇപ്പം നിങ്ങൾ ഇതേമാതിരി ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുകയാണ്. നിങ്ങളെല്ലാവരിലും ഈ വരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കും. ഞാൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായ നടുവേദന അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററിന് നടുവേദന ഉണ്ടോ എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കൂടെ സിസ്റ്ററിന് നടുവേദന വരാറുണ്ട്. പിന്നെ തുടരെ ഇങ്ങനെ കൊന്ത സിസ്റ്ററിൻ്റെ കയ്യിലിരിക്കുന്നു. അത് പിന്നെ ഇടഭാഗത്ത് മണികളില്ലാതെ വന്നു. അപ്പം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററിന് കൊന്ത ചെല്ലണമെന്ന് ആഗ്രഹമുണ്ടോ, എന്നിട്ട് കൊന്ത ഇടയ്ക്ക് മുടങ്ങി പോകാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ശരിയാണ്, ഞാൻ പലപ്പോഴും കൊന്ത ചെല്ലാൻ ആഗ്രഹിക്കും, അവസാനിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സിസ്റ്ററിൻ്റെ മുൻപിൽ ഇങ്ങനെ ബൈബിള് തുറന്നിരിക്കുന്നതായിട്ട് ഞാൻ ആദ്യം തുടങ്ങി 2-3 പ്രാവശ്യം കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ബൈബിള് കൂടുതൽ വായിക്കുന്നുണ്ടോ അതോ കുറച്ചാണോ വായിക്കുന്നത്, അങ്ങനെ ബൈബിള് കാണുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാലും വേണ്ടതുപോലെ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ സിസ്റ്റർ ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്നതായിട്ട് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഏതെങ്കിലും വചനപ്രഘോഷണമോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും നടത്തുന്നുണ്ടോ, അങ്ങനെ സംസാരിക്കുന്നത് പോലെ കാണുന്നുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു, കൗൺസിലിങ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. നമുക്കൊന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇനി നിങ്ങൾ വേറെ ഒരു പാർട്ട്ണർ ആയിട്ടിരിക്കുക. ഇനി 2 പ്രാവശ്യം കൂടി ഇത് ചെയ്യണം. ഇറ്റ് ഈസ് എ വർക്ക്ഷോപ്പ്. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 100% എല്ലാവർക്കും ദർശനങ്ങൾ കാണും. അതിൻ്റെ നമ്മുടെ ഉദ്ദേശം ഈ ധ്യാനത്തിന് 5 ദിവസവും ദൈവിക രഹസ്യങ്ങൾ നമ്മൾ തുറക്കാൻ പോകുന്നതിന് ഉള്ള പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു തുറവിയാണ് ഇത്. ഇതിലൂടെ നമുക്ക് എളുപ്പം ദൈവിക രഹസ്യത്തിലേക്ക് നീങ്ങാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ട്.
പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞു, പിതാവ് എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പുത്രൻ ആർക്കെല്ലാം വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം വെളിപ്പാടുകൾ കിട്ടും. ഈശോയെ, ഇത് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്ന് ഒളിച്ചു വെച്ച് ശിശുക്കളെ പോലുള്ളവർക്ക് കൊടുക്കുന്നു. 2 പേരുള്ള സ്ഥലത്ത് 3 പേരുമാകാം. വേഗം വേഗം ആയിക്കോളൂ, സമയമില്ല. ഭക്ഷണം റെഡി ആയിട്ടിരിക്കുന്നു. വി ആർ ഓൾറെഡി ലേറ്റ്. പക്ഷേ ഇതങ്ങ് കഴിയണം. കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. ശാല ഹാലബല ഹാലബല ശാല ബലബല 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 ശാല ബലബല 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 Shara halabala halabala Shara balabala halabala halabala സന്ദേശം വേഗം പങ്കുവയ്ക്കുക. കിട്ടിയ സന്ദേശം പങ്കുവയ്ക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണേ. ശാല ഹലബല 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 ശാലബലബലബല ഹലബലബല ഹലബല ഹലബല പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ദർശനം കൊടുക്കണേ. എല്ലാവർക്കും ദർശനം കൊടുക്കണേ. എല്ലാവരിലും മുറങ്ങിക്കിടക്കുന്ന ദർശന വരങ്ങൾ തുറക്കണമേ. എല്ലാവർക്കും ദർശനങ്ങൾ കൊടുക്കണം. 3 രാജാക്കന്മാർക്ക് ദർശനം കൊടുത്തു. മാമോദീസ പോലും സ്വീകരിക്കാത്ത രാജാക്കന്മാർക്ക് ദർശനം കൊടുത്തു. കൊർണേലിയോസിന് ദർശനം കൊടുത്തു. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. ഈശോ പ്രാർത്ഥിക്കുന്നു, എൻ്റെ അടുത്തിരിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ അടുത്തിരിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാലബലബലബല ഹലബലബല 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 ശലബലബല ശലബലബല ശലബലബല. രണ്ടാമത്തെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാലബലബലബല ഹലബല ഹലബല ഹലബല
പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടീം ആകണം. നിങ്ങൾ കഴിഞ്ഞവർ എണീക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞവർ എണീറ്റിട്ട് മൂന്നാമത്തെ ഒരു ടീമിലേക്ക് പോകണം. മൂന്നാമതൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്ലീസ് മൂവ് ടു ദ അനദർ ടീം. വേറൊരാൾക്ക് വേണ്ടി, വേറൊരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേഗാവട്ടെ, സമയം കഴിഞ്ഞു. നമ്മളതിന് ശേഷം ഉടനെ കുർബാനയുടെ സമാപന ആശീർവാദം, പിന്നെ ഭക്ഷണം. മൂന്നാമത്തെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ വേഗം. ഇത് 3 times ചെയ്യണമെന്നാണ് ഈശോ പറയണേ. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. രാത്രി മുഴുവനും ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് അധ്വാനിച്ചു. എന്നാൽ ഇപ്പോൾ ഇനി നീ പറയുന്ന മാതിരി ചെയ്യാം. ഇനി അങ്ങ് പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യാം. ഇനി നീ പറയുന്നതനുസരിച്ച് നിന്റെ വചനം, പുതിയ വീഞ്ഞ്, പുതിയ നിയമം, പരിശുദ്ധാത്മാവിലൂടെയുള്ള പ്രവർത്തനം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വലിയ മീൻപിടുത്തം തരാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. വേഗമായിക്കൊള്ളൂ. മൂന്നാമത്തെ ഗ്രൂപ്പ് ടീം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് സന്ദേശം കിട്ടുന്നു, അതടുത്ത പറയുന്നു. ഇപ്പോൾ വേഗം നടക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സന്ദേശം കിട്ടുന്നത് പങ്കുവയ്ക്കുന്നു. സ്റ്റാർട്ട് ഷെയറിങ്. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ജ്ഞാനം നൽകണമേ. ആദ്യത്തെ ആൾ പ്രാർത്ഥിച്ചിട്ട് സന്ദേശം കിട്ടിക്കഴിഞ്ഞുവെങ്കിൽ അടുത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, പിതാവെല്ലാം ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നല്ലോ, അത് ഞങ്ങൾക്ക് തരണമേ, അത് ഞങ്ങൾക്ക് തരണമേ. യെസ്, ഇനി ലാസ്റ്റ് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ടുടനെ നമ്മൾ തിരിച്ചു വരുന്നു. ഈശോയെ, സമാപന ആശീർവാദത്തിന് വേണ്ടി അച്ഛൻ വരുന്നു. സ്വർഗത്തിലെ നാഗത, നമുക്ക് മുട്ടുകുത്തി സമാപന ആശീർവാദത്തിനായിട്ട്